ഹലോ, അസ്സാം വലൈക്കും. അങ്ങനെ ഒരു നോമ്പും കൂടി അൽഹംദുലില്ലാ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. ഇന്ന് വലിയതായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ല, കാരണം എല്ലാവർക്കും കുറേ ദിവസമായിട്ട് പനിയും പല ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള പരിപാടികളാണ്. അപ്പം പൊതുവേ ഞങ്ങൾ രണ്ടുപേരോടും ഒരുമിച്ചാണ് കുക്ക് ചെയ്യാറ്, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കറിയാണ്. അപ്പോൾ അതിലേക്കുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇവിടെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോളിഫ്ലവർ നമ്മൾ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഗോബി മഞ്ചൂരിയൻ പോലെയൊക്കെയാണ് വെക്കൽ. ഇന്നിപ്പോൾ നമ്മൾ ഇച്ചിരി സമയലാഭത്തിന് വേണ്ടി സാധാരണ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോഴുള്ള ഒരു മസാലയിൽ ആണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒഫീഷ്യലായിട്ടുള്ള സവാള ഏരിയൽ സ്പെഷ്യലിസ്റ്റ് സുഹലിക്കാണ്. അപ്പം എനിക്കെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതുകൊണ്ട് തന്നെ പണിയൊക്കെ പെട്ടെന്ന് കഴിയും. നമുക്ക് ഈ മിക്സിങ് പരിപാടിയൊക്കെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പില എല്ലാം ഇട്ട്, കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് വലിയ 2 സവാള അരിഞ്ഞതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 100 തവണ എസ്തുക്കുട്ടൻ എന്നെ ഇങ്ങനെ ഓരോ കാര്യത്തിന് വിളിച്ചിട്ട് ഞാനിങ്ങനെ ഓടി പോയിട്ട് വന്നിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് സവാളയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ശരിക്കും എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഫ്രൂട്ട്സായിട്ട് എടുത്തിരിക്കുന്നത് വാട്ടർമെലൺ ആണ്. അപ്പോൾ ആ വാട്ടർമെലൺ ഒന്ന് ഇനി അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം. ഈ വാട്ടർമെലൻ്റെ കാര്യം എപ്പോഴും ഒരു ഭാഗ്യപരീക്ഷണമല്ലേ. കളർ കണ്ട് മാത്രം ഇയാളെ വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം മധുരം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം തിന്നുമ്പോൾ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നും സ്പെഷ്യലായിട്ടുള്ള ഒരു പരിപാടിയും ഇന്ന് നമ്മൾ ഇതിനകത്ത് നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരിക്കും പറയുന്നത് കുറച്ച് മസാലയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ്. നമ്മുടെ വീട്ടിലെ കുക്കിങ്ങിന് പ്രത്യേകിച്ചൊരു റെസിപ്പി ഒന്നുമില്ല. ഞങ്ങളപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് വെച്ചിട്ട് നമ്മളൊരു കറി അങ്ങ് ഉണ്ടാക്കും. അപ്പോൾ ഏതായാലും തക്കാളിയും മസാല കുറച്ചെടുത്ത് അതും കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്തിട്ട് ആ മസാല ഒന്ന് നമുക്കൊന്ന് ലൂസാക്കി എടുത്തേക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ വേവിച്ചതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നോമ്പിന് പൊതുവേ നമ്മുടെ വീട്ടിൽ അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും കൊതി തോന്നുകയാണെങ്കിൽ മാത്രം എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കും. ഇന്നിപ്പോൾ ഏതായാലും നമ്മുടെ കയ്യിൽ കുറച്ച് നഗറ്റ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചൊന്ന് എണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ നഗറ്റ്സ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. കോളിഫ്ലവർ കറിയിലൂടെ നമുക്കിന്ന് കഴിക്കാൻ അപ്പമാണ്. അതിന് നമ്മൾ ആ ടൈമിൽ ഇനിയിപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കുന്ന ഒരു പരിപാടി കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പിസ്ത മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. അത് നമ്മൾ മിക്സിയിലേക്ക് കുറച്ച് പാലും അതിന് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും നമ്മുടെ പിസ്ത എസൻസും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. ഏലക്ക ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്ക കൂടി ഇതിനകത്ത് ചേർക്കാം. അടുക്കളയിലെ പരിപാടിയൊക്കെ നേരത്തെ ഒതുക്കി വെച്ചിട്ട് ബാങ്ക് വിളിക്കുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പരിപാടിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മളൊരു 5:30 തന്നെ നമ്മുടെ അടുക്കള പരിപാടി എല്ലാം തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് വിളിക്കാറായി. അപ്പോൾ എസ്തുക്കുട്ടനാണ് ഇന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് ടേബിളിലൊക്കെ കൊണ്ടുവച്ചത്. അങ്ങനെ അൽഹംദുലില്ലാ ഒരു നോമ്പ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ.